ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കെച്ചപ്പാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ തക്കാളി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടൊമാറ്റോ സോസിന് നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് ബീട്രൂട്ട് ചേർക്കണത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം തന്നെ മതി. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും എടുക്കാറുള്ള അളവ് ഗ്ലാസ്സിലാണ് 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിലടിക്കാം. തക്കാളി ഒന്ന് നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ അതുപോലെയാണ് നമ്മൾ വിസിലടിക്കേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഞാനിവിടെ 4 വിസിലാണ് അടിക്കാൻ പോണത്. ഇപ്പോൾ ഒരു 4 വിസിലൊക്കെ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കണ സമയത്ത് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ള പട്ടയും ഗ്രാമ്പും എടുത്തു മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതും കൂടി അരച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ഒരു കുത്താണ് ഉണ്ടാവുക. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പട്ടയും ഗ്രാമ്പും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ തക്കാളി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് നമ്മൾ അരച്ചെടുക്കണത്. ഇത് നമുക്കൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ തക്കാളിക്ക് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ടും കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് നല്ലൊരു കളർ കിട്ടിയിട്ട് നമ്മൾ തക്കാളി ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. സോസിൻ്റെ ഒരു രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് സോസിൻ്റെ ഒരു രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് തീയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് സോസിൻ്റെ രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ വിനീഗർ എടുത്തിട്ടുണ്ട്. നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കണ വിനീഗർ എടുത്തിട്ടുണ്ട്. അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം വിനീഗറോ പഞ്ചസാരയോ വീണ്ടും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പുളിക്കനുസരിച്ചൊക്കെയാണ് നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നിച്ച് വിനീഗർ ഒഴിക്കാണ്ട് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. പഞ്ചസാര അലിഞ്ഞ് വരുമ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ പഞ്ചസാര കുറവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടിയും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണും കൂടിയും വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളിത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് സോസിൻ്റെ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു തിക്കിലാണ് നമ്മുടെ ടൊമാറ്റോ സോസ് ആയിട്ടുള്ളത്. ഇനി ഒന്നും കൂടി ഒന്ന് തിക്കായി വരാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ഇത് കാണിച്ചു തരാം. നമ്മുടെ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ വല്ലാണ്ട് തിക്കുമല്ല വല്ലാണ്ട് ലൂസുമല്ല, ആ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ
അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇതാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. കാരണം ഇത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഒരു 2-3 ആഴ്ചയൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണതും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു സോസാണ് ടൊമാറ്റോ സോസ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേക്കാളും നല്ല ടേസ്റ്റിലാണ് നമ്മുടെ സോസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.